2035 ഇന്ത്യയുടെ ആകാശത്ത് പറക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന യുദ്ധവിമാനങ്ങൾ മാത്രമായിരിക്കില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിയന്ത്രിക്കുന്ന മിഷൻ സിസ്റ്റങ്ങൾ, റഡാറുകൾക്ക് പിടികൊടുക്കാത്ത സ്റ്റെൽത്ത് വിമാനങ്ങൾ, പൈലറ്റുമാരുടെ വിശ്വസ്തരായ ഡ്രോൺ വിങ്മാൻ, ആകാശത്തിരുന്ന് യുദ്ധം നിയന്ത്രിക്കുന്ന ഫ്ലൈയിങ് കമാൻഡ് സെന്ററുകൾ. കേൾക്കുമ്പോൾ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ പോലെ തോന്നാം. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. റഫാൽ F5 മുതൽ AMCA വരെയുള്ള ആ അത്ഭുതങ്ങളെ ഇന്ന് നമുക്ക് അടുത്തറിയാം. വെൽക്കം ടു എലിഫന്റ് തിങ്സ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഇന്നത്തെ ഏറ്റവും വലിയ തുറുപ്പുചീട്ടാണ് റഫാൽ. നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്ന പതിപ്പുകൾ ക്രമേണ F4 നിലവാരത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടും. ഇതിന്റെ കരുത്ത് 3 കാര്യങ്ങളിലാണ്. മീറ്റിയോർ മിസൈൽ, 150 കിലോമീറ്ററിലധികം ദൂരെയുള്ള ശത്രുവിനെ കാണുന്നതിന് മുമ്പേ വീഴ്ത്താൻ ശേഷിയുള്ള മിസൈൽ. സ്പെക്ട്ര, ശത്രുവിന്റെ റഡാറുകളെ കണ്ണടപ്പിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ഇലക്ട്രോണിക് ഷീൽഡ്. നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ, മറ്റു വിമാനങ്ങളുമായും ഉപഗ്രഹങ്ങളുമായി വിവരങ്ങൾ അതിവേഗം പങ്കുവയ്ക്കാനുള്ള കഴിവ്. ഭാവിയുടെ വിപ്ലവം എന്നാൽ 2030 ശേഷം വരുന്നത് റഫാൽ F5 ആയിരിക്കും. ഇതൊരു വെറും അപ്ഗ്രേഡ് അല്ല. F5 എന്നത് ഒരു യുദ്ധവിമാനത്തെക്കാൾ ഉപരിയായി ഒരു കോമ്പാക്ട് ഹബ് ആയിരിക്കും. ഇതിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പൈലറ്റിന്റെ ജോലിഭാരം കുറയ്ക്കും. അതിനേക്കാൾ ഉപരിയായി ലോയൽ വിങ്മാൻ എന്നറിയപ്പെടുന്ന ഡ്രോണുകളെ ആകാശത്ത് നിയന്ത്രിക്കാൻ F5 പതിപ്പിന് സാധിക്കും. ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാൻ പൈലറ്റ് ഇല്ലാത്ത ഡ്രോണുകളെ റഫാൽ മുന്നിലേക്ക് നയിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായി മാറാൻ പോകുന്നത് നമ്മുടെ സ്വന്തം തേജസ് MK2 ആണ്. നിലവിലുള്ള തേജസിനേക്കാൾ വലുതും ശക്തവുമായ ഈ വിമാനം മിറാജ് 2000, ജാഗ്വാർ തുടങ്ങിയ പഴയ വിമാനങ്ങൾക്ക് പകരക്കാരനാകും. കൂടുതൽ ശക്തമായ GE F4-14 എഞ്ചിനും ആധുനികമായ AESA റഡാറും 11 ടണ്ണിലധികം ഭാരം വഹിക്കാനുള്ള ശേഷിയും തേജസ് മാർക്ക് 2 ഒരു വമ്പൻ പോരാളിയാക്കി മാറ്റും. ചൈനയുടെ J-20 വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ മറുപടിയാണ് AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ്. ഇതൊരു 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ആണ്. സ്റ്റെൽത്ത്, റഡാറുകൾക്ക് കണ്ടെത്താൻ കഴിയാത്ത ആകൃതിയും കോട്ടിങ്ങും. ഇന്റേണൽ വെപ്പൺ ബേ, മിസൈലുകൾ വിമാനത്തിനുള്ളിലെ രഹസ്യ അറകളിൽ സൂക്ഷിക്കും. സൂപ്പർ ക്രൂസ്, ആഫ്റ്റർ ബർണറുകൾ ഉപയോഗിക്കാതെ തന്നെ ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള ശേഷി. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്കായി രൂപകൽപ്പന ചെയ്യുന്ന യുദ്ധവിമാനമാണ് TEDBF അഥവാ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ. നിലവിലെ MiG-29K വിമാനങ്ങളുടെ പിൻഗാമിയായി വരുന്ന ഇതിന് ചില പ്രത്യേകതകളുണ്ട്. കരുത്തുറ്റ എഞ്ചിൻ, 2 GE F414 എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ വിമാനത്തിന് അതിഭയങ്കരമായ പ്രഹരശേഷിയും വേഗതയും നൽകുന്നു. ഫോൾഡബിൾ വിങ്സ്, കപ്പലിനുള്ളിലെ കുറഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ ഇതിന്റെ ചിറകുകൾക്ക് സാധിക്കും. ഭാരവാഹക ശേഷി, ഏകദേശം 26 ടൺ ഭാരവുമായി ടേക്ക് ഓഫ് ചെയ്യാൻ ശേഷിയുള്ള ഈ വിമാനം ഒരേ സമയം കപ്പലുകളെ തകർക്കാനുള്ള മിസൈലുകളും ആകാശ യുദ്ധത്തിനുള്ള ആയുധങ്ങളും വഹിക്കും. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് വിമാനവാഹിനി കപ്പലുകൾക്ക് കൃത്യമായ മറുപടി നൽകാൻ TEDBF ഇന്ത്യയെ സഹായിക്കും. ഭാവിയിലെ ഏറ്റവും അപകടകാരിയായ ഇന്ത്യൻ ആയുധമായിരിക്കും ഘട്ടക്. ഇതൊരു പൈലറ്റ് ഇല്ലാത്ത പോരാളിയാണ്. സ്റ്റെൽത്ത് ഡിസൈൻ, ഇതിന് വാലില്ല. റഡാർ തരംഗങ്ങളെ തിരിച്ചയക്കാത്ത പ്രത്യേക ആകൃതിയും കോട്ടിങ്ങും ഇതിനെ ശത്രു അദൃശ്യനാക്കുന്നു. ഇന്റേണൽ വെപ്പൺ ബേ, മിസൈലുകളും ബോംബുകളും വിമാനത്തിന് പുറത്തല്ല, ഉള്ളിലെ രഹസ്യ അറകളിലാണ് സൂക്ഷിക്കുന്നത്. ഇത് സ്റ്റെൽത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്നു. ദൗത്യങ്ങൾ, ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർക്കാനും അതിർത്തി കടന്ന് അതീവ രഹസ്യമായി പ്രത്യാക്രമണം നടത്താനും ഘട്ടക് ഉപയോഗിക്കും. ഇന്ത്യയുടെ സ്വന്തം കാവേരി എഞ്ചിനായിരിക്കും ഇതിന് കരുത്തു പകരുക. പൈലറ്റിന്റെ ജീവൻ പണയപ്പെടുത്താതെ തന്നെ ശത്രുവിന്റെ ചങ്കിടിപ്പിക്കാൻ ഘട്ടക്കിന് സാധിക്കും. യുദ്ധവിമാനങ്ങളുടെ ചരിത്രം മാറ്റാൻ പോകുന്ന സാങ്കേതിക വിദ്യയാണ് CATS അഥവാ കോമ്പാക്ട് എയർ ടീമിംഗ് സിസ്റ്റം. ഇതിലെ പ്രധാന ഭാഗമാണ് CATS വാരിയർ. ലോയൽ വിങ്മാൻ, ഒരു തേജസ് അല്ലെങ്കിൽ AMCA വിമാനത്തോടൊപ്പം 4 മുതൽ 5 വരെ വാരിയർ ഡ്രോണുകൾ പറക്കും. പൈലറ്റ് പറയുന്ന നിർദ്ദേശങ്ങൾ ഇവ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നടപ്പാക്കും. ചാവേർ ആക്രമണം, ശത്രു കേന്ദ്രങ്ങളിലേക്ക് ആദ്യം കടന്നു ചെന്ന് ആക്രമണം നടത്തുന്നത് ഈ ഡ്രോണുകളായിരിക്കും. പൈലറ്റിന് സുരക്ഷ ഒരുക്കുക എന്നതാണ് ഇവയുടെ പ്രധാന ജോലി. ഷീൽഡ് ശേഷി,
ശത്രുവിന്റെ മിസൈലുകൾ നമ്മുടെ യുദ്ധവിമാനത്തിന് നേരെ വന്നാൽ ഡ്രോണുകൾ സ്വന്തം ശരീരം കവചമാക്കി വിമാനത്തെ സംരക്ഷിക്കും. മനുഷ്യനും യന്ത്രവും ഒന്നിച്ചു നടത്തുന്ന ഈ യുദ്ധമുറ ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ വ്യോമസേനകളിൽ ഒന്നാക്കി മാറ്റും. 2035 ഈ സംവിധാനങ്ങളെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ട ഒരു സിംഗിൾ നെറ്റ്വർക്കായി മാറും. ഉപഗ്രഹങ്ങൾ നൽകുന്ന വിവരം നേത്ര സ്വീകരിക്കും. അത് നിമിഷങ്ങൾക്കുള്ളിൽ AMCയിലേക്കും റഫേലിലേക്കും എത്തും. ഡ്രോണുകൾ ശത്രുവിന്റെ പ്രതിരോധം തകർക്കും. പിന്നാലെ മിസൈലുകൾ ലക്ഷ്യം കാണും. വെറും വേഗതയല്ല, മറിച്ച് ഇൻഫർമേഷൻ സുപ്പീരിയോറിറ്റി ആയിരിക്കും ഇന്ത്യയുടെ കരുത്ത്. ഭാവിയിലെ യുദ്ധങ്ങൾ വെടിയുണ്ടകൾ കൊണ്ട് മാത്രമായിരിക്കില്ല, ബുദ്ധി കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടുമായിരിക്കും വിജയിക്കുക. ആ ഭാവിയിലേക്ക് ഇന്ത്യൻ വ്യോമസേന ഇന്ന് അതിവേഗം കുതിക്കുകയാണ്. ഈ വിമാനങ്ങളിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഏതാണ്? AMC ആണോ, റാഫേൽ F5 ആണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള ഗൗരവകരമായ പ്രതിരോധ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി എലിഫന്റ് തിങ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.